ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന 17ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യമായി പഠിക്കാനുള്ള ഒരു ടേമാണ് പോളിമേഴ്സ്. എന്താണ് പോളിമേഴ്സ്? Polymers are macromolecules formed by the combination of a large number of simple molecules called monomers. അതായത് ഒരുപാട് മോണോമേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾ മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന മാക്രോ മോളിക്യൂൾസിനെയാണ് എന്ത് പറയുന്നത്? പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ചങ്ങല കണ്ടിട്ടുണ്ടാവില്ലേ? ചങ്ങല എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കുറേ കണ്ണികളുണ്ടാകും. ഈ കണ്ണികളെ എല്ലാം കൂടി യോജിപ്പിച്ചാണ് നമ്മൾ ചങ്ങല ഉണ്ടാക്കുന്നത്. സോ ഒരു ചങ്ങലേനെ നമ്മളൊരു പോളിമറായിട്ട് സങ്കല്പിച്ചാൽ അതിലെ ഓരോ കണ്ണിയും എന്തായിരിക്കും? ഓരോ മോണോമർ അല്ലെങ്കിൽ സിമ്പിൾ മോളിക്യൂൾ ആയിരിക്കും. ഓക്കെ, സോ ഒരുപാട് സിമ്പിൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ മോണോമേഴ്സിനെ കമ്പൈൻ ചെയ്താണ് ഒരു വലിയ മാക്രോ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു പോളിമർ ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി കോട്ടൺ, സിൽക്ക്, ജൂട്ട്, വൂൾ, റബ്ബർ എക്സെട്ര ആർ മെയ്ഡ് ഓഫ് പോളിമേഴ്സ്. കോട്ടണും സിൽക്കും ജൂട്ടും വൂളും റബ്ബറും ഇതെല്ലാം എന്താണ്? പോളിമേഴ്സ് ആണ്. ഈ പോളിമേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? മോണോമർ മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്താണ് പോളിമേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ നാച്ചുറൽ ആയിട്ടുള്ള രണ്ട് പോളിമേഴ്സ് ആണ്. ഒന്ന് സ്റ്റാർച്ചും മറ്റൊന്ന് പ്രോട്ടീനും. ഒരു എക്സാമ്പിളാണ്. ഇതിലധികം നാച്ചുറൽ പോളിമേഴ്സ് ഉണ്ട്. സോ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു പോളിമർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ സിമ്പിൾ മോളിക്യൂൾ അല്ലെങ്കിൽ അതിലെ മോണോമർ എന്തായിരിക്കും? ഗ്ലൂക്കോസ് ആയിരിക്കും. അതായത് ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു സ്റ്റാർച്ച് എന്ന് പറയുന്ന പോളിമറിനെ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത പോളിമറാണ് പ്രോട്ടീൻ. പ്രോട്ടീനിൻ്റെ മോണോമർ എന്താണ്? അമിനോ ആസിഡ് ആണ്. അതായത് ഒരുപാട് അമിനോ ആസിഡ്സ് ഇങ്ങനെ ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു പ്രോട്ടീൻ എന്ന് പറയുന്ന പോളിമർ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി പല തരത്തിലുള്ള പോളിമേഴ്സ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ നേച്ചർ പോളിമേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫൈബർ, പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ. ഫൈബറും പ്ലാസ്റ്റിക്കും റബ്ബറും ഇത് മൂന്നും പോളിമേഴ്സ് ആണ്. എന്നാൽ ഇവയുടെ ഫിസിക്കൽ നേച്ചർ ഡിഫറെൻ്റ് ആണ്. ഇവരെ ഉപയോഗിക്കുന്നതും വ്യത്യസ്ത രീതിയിലാണ്. ഇവർ കാഴ്ചയിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. ഫൈബേഴ്സ് ആർ ദ പോളിമേഴ്സ് സ്യൂട്ടബിൾ ഫോർ ദ മാനുഫാക്ചർ ഓഫ് സ്ട്രോങ് ത്രെഡ്സ്. നല്ല ശക്തിയുള്ള നൂലുകൾ അല്ലെങ്കിൽ ത്രെഡ്സ് ഉണ്ടാക്കാനായിട്ടാണ് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫൈബേഴ്സിന് എക്സാമ്പിളാണ് കോട്ടണും ജൂട്ടുമൊക്കെ. പ്ലാസ്റ്റിക് ഈസ് എ പോളിമർ വിച്ച് ക്യാൻ ബി മോൾഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്പ്. അതായത് പ്ലാസ്റ്റിക് ഒരു പോളിമറാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? പല ഷേപ്സിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു പോളിമറാണ് പ്ലാസ്റ്റിക്. ഇനി റബ്ബർ ഒരു പോളിമറാണ്. റബ്ബറിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എൻ ഇലാസ്റ്റിക് പോളിമർ. ഇലാസ്റ്റിക് ആയിട്ടുള്ള പോളിമറാണ് റബ്ബർ എന്ന് പറയുന്നത്. സോ ഫിസിക്കൽ നേച്ചർ അടിസ്ഥാനപ്പെടുത്തി പോളിമേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേതാണ് ഫൈബർ, രണ്ടാമത്തേത് പ്ലാസ്റ്റിക്, മൂന്നാമത്തേത് റബ്ബർ. ഇനി പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു പുതിയ സംഭവമാണോ അതോ പണ്ട് മുതലേ ഭൂമിയിലുള്ളതാണോ? നമുക്ക് നോക്കാം. പോളിമേഴ്സ് വെർ ഫോംഡ് വെൻ ലൈഫ് ഹാഡ് ഒറിജിനേറ്റഡ് ഓൺ എർത്ത്. ഭൂമിയിൽ ജീവൻ ഒറിജിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ ജീവൻ ഉണ്ടായി തുടങ്ങിയ ആ ഒരു സമയം മുതൽ തന്നെ പോളിമേഴ്സും ഉണ്ട്. Protein, a polymer formed by the combination of amino acids about 400 crore years ago, was a basis of life. അതായത് ജീവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു പോളിമറാണ്. ഏതാണ് ആ പോളിമർ? പ്രോട്ടീനാണ്. ഓക്കെ, പ്രോട്ടീൻ എന്ന് പറയുന്ന പോളിമറാണ് ഭൂമിയിലെ ജീവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ പോളിമർ ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് മോണോമറിൽ നിന്നാണ്? അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന മോണോമറിൽ നിന്നാണ്. ഏതാണ്ട് 400 കോടി വർഷങ്ങൾക്ക് മുന്നേ. ഓക്കെ, ഓൾ ദ പ്രോട്ടീൻസ്, DNA, സ്റ്റാർച്ച്, സെല്ലുലോസ് എക്സെട്ര ഫൗണ്ട് ഇൻ ലിവിങ് ബീയിങ്സ് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് പോളിമേഴ്സ്. അതായത്
ലിവിങ് ബീയിങ്സ് അല്ലെങ്കിൽ ജീവനുള്ള എല്ലാത്തിലും കണ്ടുവരുന്ന DNA, അതേപോലെ സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ് ഇതെല്ലാം എന്താണ്? പോളിമേഴ്സ് ആണ്. ഇവരെ നമ്മൾ ബയോ പോളിമേഴ്സ് എന്നാണ് പറയുന്നത്. സോ ലിവിങ് ബീയിങ്സിൽ കണ്ടുവരുന്ന പോളിമേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ബയോ പോളിമേഴ്സ് എന്ന് വിളിക്കും. ഇനി കോട്ടൺ, സിൽക്ക്, ജൂട്ട്, വൂള്, റബ്ബർ, DNA, സ്റ്റാർച്ച്, സെല്ലുലോസ് ഇതെല്ലാം ഏത് തരം പോളിമറാണ്? നാച്ചുറൽ പോളിമറാണ്. അതായത് പ്രകൃതിയിൽ കണ്ടുവരുന്ന പോളിമേഴ്സാണ് കോട്ടൺ, സിൽക്ക്, ജൂട്ട്, വൂള്, റബ്ബർ, അതേപോലെ DNA, സ്റ്റാർച്ച്, സെല്ലുലോസ് ഇതെല്ലാം. നൗ polymers like nylon, rayon, polythene and PVC made in science laboratory belong to the category of organic polymers. അതായത് മനുഷ്യർ സയൻറ്റിഫിക് ആയിട്ട് ലബോറട്ടറികളിൽ നിർമ്മിച്ചെടുക്കുന്ന പോളിമേഴ്സിനെ നമ്മൾ ഓർഗാനിക് പോളിമേഴ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC എക്സെട്ര. മനസ്സിലായല്ലോ? സോ പോളിമേഴ്സ് ജീവൻ എപ്പോഴാണോ ഭൂമിയിൽ ഉടലെടുത്തത് അപ്പോൾ മുതൽ തന്നെ പോളിമേഴ്സും ഉണ്ട്. ഇനി ബയോ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ലിവിങ് ബീയിങ്സിൽ കണ്ടുവരുന്ന പോളിമേഴ്സാണ്. ഈ ബയോ പോളിമേഴ്സും അതേപോലെ കോട്ടൺ, സിൽക്ക്, ജൂട്ട്, വൂള്, റബ്ബർ ഇതെല്ലാം നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. ഇനി ഓർഗാനിക് പോളിമേഴ്സ് എന്ന് പറയുന്നത് സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. അത് മാൻമെയ്ഡ് പോളിമേഴ്സ് ആണ്. അതായത് ലബോറട്ടറിയിൽ മനുഷ്യർ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന പോളിമേഴ്സ് ആണ് ഓർഗാനിക് പോളിമേഴ്സ്. അതിന് എക്സാമ്പിളാണ് നൈലോൺ, റയോൺ, പോളിത്തീൻ, PVC എക്സെട്ര. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കോട്ടണും സിൽക്കും എല്ലാം നാച്ചുറൽ ഫൈബേഴ്സ് ആണെന്ന്. ഈ ഫൈബേഴ്സ് പോളിമേഴ്സ് തന്നെയാണ്. So natural fibers like cotton and silk are not sufficient to meet all our needs. അതായത് പ്രകൃതിയിൽ തന്നെ കണ്ടുവരുന്ന നാച്ചുറൽ ഫൈബേഴ്സ് ആണ് കോട്ടണും സിൽക്കും. നമ്മുടെ പ്രകൃതിയിലുള്ള കോട്ടണും സിൽക്കും നമ്മുടെ ആവശ്യത്തിന് പോരാതെ വരുന്നു. ഈ കോട്ടണും സിൽക്കും എവിടെയാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ്. അതായത് ഡ്രസ് മെറ്റീരിയൽസ് നിർമ്മിക്കാനായിട്ട്. സോ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഡ്രസ് മെറ്റീരിയൽസ് നിർമ്മിക്കാൻ ആവശ്യമായ കോട്ടണും സിൽക്കും നമുക്ക് പ്രകൃതിയിൽ നിന്നും പലപ്പോഴും ലഭിക്കുന്നില്ല. അതുമാത്രമല്ല ഒരുപാട് മെറിറ്റ്സ് അല്ലെങ്കിൽ ഗുണങ്ങൾ ഈ നാച്ചുറൽ ഫൈബേഴ്സിനുണ്ടെങ്കിലും ദേ ഡു നോട്ട് പൊസസ് സ്പെസിഫിക് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്. അതായത് ഒരു ഡ്രസ് മെറ്റീരിയലിന് ആവശ്യമായ ചില പ്രോപ്പർട്ടീസ് ഒന്നും ഈ നാച്ചുറൽ ഫൈബേഴ്സിന് ഇല്ലതാനും. സോ നമുക്ക് ഈ നാച്ചുറൽ ഫൈബേഴ്സിൻ്റെ മെറിറ്റ്സും അതേപോലെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ആദ്യം തന്നെ നാച്ചുറൽ ഫൈബേഴ്സിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ ഗുണങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ദേ ആർ കംഫർട്ടബിൾ ടു വിയർ. ധരിക്കാനായിട്ട് വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും. അതേപോലെ നോട്ട് ഇൻഫ്ലെയിമബിൾ, അതായത് പെട്ടെന്ന് തീ പിടിക്കില്ല അല്ലെങ്കിൽ പെട്ടെന്ന് കത്താത്തതാണ് നാച്ചുറൽ ഫൈബേഴ്സ്. എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ, നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയലാണ് നാച്ചുറൽ ഫൈബർ എന്ന് പറയുന്നത്. അതേപോലെ ഹൈ എയറേഷൻ, നല്ല രീതിയിൽ എയർ സർക്കുലേഷനും തരുന്നുണ്ട്. ഇനി ഇവയുടെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ലെസ് അവൈലബിൾ, അതായത് ആവശ്യത്തിനുള്ള നാച്ചുറൽ ഫൈബേഴ്സ് പ്രകൃതിയിൽ അവൈലബിൾ അല്ല. രണ്ടാമത്തേത് ലെസ് ഡ്യൂറബിലിറ്റി, അതായത് ഇത് പെട്ടെന്ന് കേടായി പോകും. ഇനി മൂന്നാമത്തേതാണ് റിങ്കിൾ ഈസിലി, അതായത് നാച്ചുറൽ ഫൈബേഴ്സ് കൊണ്ട് നമ്മൾ ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് ചുളുങ്ങാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് വൺ ആണ് കനോട്ട് ഡ്രൈ ഈസിലി ഓൺ ഗെറ്റിംഗ് വെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു നല്ല രീതിയിൽ വെള്ളം അബ്സോർബ് ചെയ്യുമെന്നല്ലേ. സോ ഇത് ഉണങ്ങാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ നാച്ചുറൽ ഫൈബേഴ്സ് ആയിട്ടുള്ള കോട്ടൻ്റെയും സിൽക്കിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും, അതായത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നൗ ഇൻ ഓർഡർ ടു ഓവർകം ദ ഡീമെറിറ്റ്സ് സെവറൽ സിന്തറ്റിക് പോളിമേഴ്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ത്രൂ കെമിക്കൽ മെത്തേഡ്സ്. നമ്മൾ പറഞ്ഞു നാച്ചുറൽ പോളിമേഴ്സിന് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്, അതേപോലെ അവൈലബിലിറ്റി പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിന്തറ്റിക് പോളിമേഴ്സിനെ കെമിക്കൽ മെത്തേഡ്സിലൂടെ നിർമ്മിച്ചിട്ടുണ്ട്. Synthetic polymers like nylon and terylene, widely used nowadays in textile industry, are man-made polymers belonging to the category of fibers. അതായത് ഫൈബേഴ്സ് എന്ന കാറ്റഗറിയിൽ വരുന്ന മാൻമെയ്ഡ് പോളിമേഴ്സ് ആണ് നൈലോണും ടെറിലിനും. ഇത് ഇന്ന്
കോട്ടനും ജൂട്ടിനും ഒക്കെ പകരം, അല്ലെങ്കിൽ കോട്ടൺ, ജൂട്ട്, സിൽക്ക് ഇങ്ങനെയുള്ള നാച്ചുറൽ ഫൈബേഴ്സിന് പകരമായിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഡ്രസ് മെറ്റീരിയൽസ് നിർമ്മിക്കാനായിട്ട് വൈഡായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഓക്കെ, ഇനി നമുക്ക് സിന്തറ്റിക് പോളിമേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മെറിറ്റ്സ് ഓഫ് സിന്തറ്റിക് പോളിമേഴ്സ്. എന്തൊക്കെയാണ് സിന്തറ്റിക് പോളിമേഴ്സിൻ്റെ ഗുണങ്ങൾ? ഒന്നാമത്തേത്, ചീപ്പർ ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സിനേക്കാളും ചീപ്പറാണ്. പിന്നെ എന്താണ്? ഹൈ ഡ്യൂറബിലിറ്റി, അതായത് ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് റിങ്കിൾ ഫ്രീ, അതായത് പെട്ടെന്നൊന്നും ചുരുണ്ടു പോകില്ല, അല്ലെങ്കിൽ ചുളിവുകളൊന്നും പെട്ടെന്ന് വീഴില്ല. നൗ ലാസ്റ്റ് വൺ ഇസ് ക്യാൻ ഡ്രൈ ഈസിലി ഓൺ ഗെറ്റിംഗ് വെറ്റ്, അതായത് നനഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി സിന്തറ്റിക് പോളിമേഴ്സിൻ്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ലോ എയറേഷൻ, അതായത് എയർ സർക്കുലേഷൻ കുറവായിരിക്കും. രണ്ടാമത്തേത് ലോ എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ. നമ്മൾ നേരത്തെ നാച്ചുറൽ ഫൈബേഴ്സിൻ്റെ കേസിൽ പറഞ്ഞു നല്ല രീതിയിൽ വെള്ളം അബ്സോർബ് ചെയ്യുമെന്നല്ലേ. എന്നാൽ ഇവിടെ സിന്തറ്റിക് പോളിമേഴ്സിന് വെള്ളത്തെ അബ്സോർബ് ചെയ്യാനുള്ള ശേഷി വളരെ കുറവാണ്. ദേ ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹോട്ട് വെതർ. ചൂട് കാലത്ത് ഉപയോഗിക്കാൻ അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, ഹൈലി ഇൻഫ്ലെയിമബിൾ, അതായത് പെട്ടെന്ന് തീ പിടിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് കത്താനായിട്ടുള്ള ടെൻഡൻസി ഉള്ള മെറ്റീരിയലാണ് സിന്തറ്റിക് പോളിമേഴ്സ്. നമ്മൾ പറയും പോളിസ്റ്ററിൻ്റെ ഡ്രസ്സാണ് അല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ സാരിയൊക്കെയാണ് നമ്മൾ ഉടുത്തിട്ടുള്ളതെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്, ഗ്യാസൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയും അല്ലേ. സോ എപ്പോഴും ഒരുപാട് അഡ്വാൻറ്റേജസ് സിന്തറ്റിക് പോളിമേഴ്സിനുണ്ടെങ്കിലും നമുക്ക് കംഫർട്ടബിളും സേഫും ആയിട്ടുള്ളത് എപ്പോഴും എന്ത് തന്നെയാണ്? നാച്ചുറൽ ഫൈബേഴ്സ് ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഓക്കെ, ഇന്ന് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സാണ് നൈലോണും അതേപോലെ റയോണും. നൈലോൺ ഇസ് എ ഫസ്റ്റ് ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ഫൈബർ. ആദ്യമായിട്ട് മാൻമെയ്ഡായിട്ട് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്തെടുത്ത ഫൈബറാണ് നൈലോൺ എന്ന് പറയുന്നത്. നൈലോൺ ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം ദ നെയിംസ് ഓഫ് ദ സിറ്റീസ് ന്യൂയോർക്ക് ആൻഡ് ലണ്ടൻ. ഓക്കെ, ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് നൈലോൺ എന്ന പേര് ആ ഒരു ഫൈബറിന് ലഭിച്ചത്. എന്തുകൊണ്ടാണ്? നൈലോൺ വാസ് ഫസ്റ്റ് മാർക്കറ്റഡ് ഇൻ ദീസ് സിറ്റീസ്. ന്യൂയോർക്കിലും ലണ്ടനിലുമാണ് ആദ്യമായിട്ട് നൈലോൺ മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്ത ഒരു സെമി സിന്തറ്റിക് ഫൈബറാണ് റയോൺ എന്ന് പറയുന്നത്. റയോൺ ഇസ് എ സെമി സിന്തറ്റിക് ഫൈബർ നോൺ ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്ന ഫൈബർ ഏതാണ്? റയോൺ ആണ്. Rayon having similar properties of natural silk is used for the manufacture of silk cloths. അതായത് നാച്ചുറൽ സിൽക്കിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ സെമി സിന്തറ്റിക് ഫൈബർ ആയിട്ടുള്ള റയോൺ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സിൽക്ക് ക്ലോത്ത്സിൻ്റെ മാനുഫാക്ചറിങ്ങിലാണ് റയോൺ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്നത് റയോൺ ആണ്. എന്നാൽ ആദ്യമായിട്ട് നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഫൈബർ ഏതാണ്? നൈലോൺ ആണ്. ഓക്കെ, നൗ സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ജനറലി യൂസ്ഡ് ബൈ ബ്ലെൻഡിങ് ദം വിത്ത് നാച്ചുറൽ സബ്സ്റ്റൻസസ് ലൈക്ക് കോട്ടൺ. വൈ? അതായത് എന്തുകൊണ്ടാണ് സിന്തറ്റിക് ഫൈബേഴ്സിനെ നാച്ചുറൽ സബ്സ്റ്റൻസസ് ആയിട്ടുള്ള കോട്ടൺ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, blending these two fibers creates a material that is more comfortable, resistant to wrinkles, holds its shape and color and durable. അതായത് സിന്തറ്റിക് ഫൈബേഴ്സിനെ നാച്ചുറൽ സബ്സ്റ്റൻസസ് ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ കൂടുതൽ റെസിസ്റ്റൻറ്റ് ടു റിങ്കിൾസ് അല്ലെങ്കിൽ ചുളിവുകളൊന്നും വരാത്ത ഒരു മെറ്റീരിയൽ ആയിരിക്കും. അതേപോലെ കളറും ഷേപ്പും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഇരിക്കും. പിന്നെ എന്താണ്, കൂടുതൽ കാലം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് പോളിസ്റ്ററും കോട്ടണും. പോളിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ഫൈബറാണ്, കോട്ടൺ ഒരു നാച്ചുറൽ ഫൈബറാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മെറ്റീരിയലാണ് ബിസിനസ് ഷർട്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ കിട്ടുന്ന മെറ്റീരിയൽ കൂടുതൽ കംഫർട്ടബിൾ ആണ്, ഡ്യൂറബിൾ ആണ്, റിങ്കിൾ റെസിസ്റ്റൻ്റ് ആണ്, അതേപോലെ കളർ ഫെയ്ഡ് ആകാത്ത ഒരു മെറ്റീരിയലും കൂടി ആയിരിക്കും. ഓക്കെ,
സോ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൈബേഴ്സിനെ കുറിച്ചാണ്. ഇനി നമുക്ക് പ്ലാസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാം. പ്ലാസ്റ്റിക് ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം ദ ഗ്രീക്ക് വേർഡ് പ്ലാസ്റ്റിക്കോസ് വിച്ച് മീൻസ് ഓൾട്ടറബിൾ ഷേപ്പ്. അതായത് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഷേപ്പ് അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്ന ഒരു ഷേപ്പ് എന്നർത്ഥം വരുന്ന പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്ന പദം ഉണ്ടായത്. പാർക്കസിൻ പ്രിപ്പയർഡ് ബൈ ദ അലക്സാണ്ടർ പാർക്കസ് in 1856 was the first substance analogous to plastic. പ്ലാസ്റ്റിക്കിനോട് സാമ്യമുള്ള ആദ്യമായി നിർമ്മിച്ച ഒരു വസ്തുവാണ് പാർക്കസിൻ എന്ന് പറയുന്നത്. അത് പ്രിപ്പയർ ചെയ്തത് 1856 അലക്സാണ്ടർ പാർക്കസ് ആണ്. Now the first artificial plastic was bakelite prepared by the Belgian chemist ലിയോ ബേക്ക്ലാൻഡ് ഇൻ 1909. അതായത് 1909 ബെൽജിയൻ കെമിസ്റ്റ് ആയിട്ടുള്ള ലിയോ ബേക്ക്ലാൻഡ് ആണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് നിർമ്മിച്ചത്. അതിൻ്റെ പേരെന്താണ്? ബാക്കലൈറ്റ് എന്നാണ്. ഓക്കെ, ബാക്കലൈറ്റ് ആണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക്. എന്നാൽ പാർക്കസിൻ എന്താണ്? പ്ലാസ്റ്റിക്കിനോട് സാമ്യമുള്ളതായിട്ട് ആദ്യം നിർമ്മിച്ച വസ്തുവാണ് പാർക്കസിൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി പ്ലാസ്റ്റിക്സ് നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. ചെയേഴ്സ് നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കാം. കിച്ചണിൽ ഒരുപാട് യുട്ടൻസിൽസ് പ്ലാസ്റ്റിക്സ് കൊണ്ട് നിർമ്മിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടായിരിക്കും പ്ലാസ്റ്റിക്സ് ഇത്രയും വൈഡായിട്ട് ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക്സിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ്. എന്തൊക്കെയാണ് പ്ലാസ്റ്റിക്സിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ആദ്യം തന്നെ ദേ ആർ ലൈറ്റ് ഇൻ വെയ്റ്റ്. മറ്റ് മെറ്റീരിയൽസിനെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക്സിന് ഭാരക്കുറവാണ്. ദേ ക്യാൻ ബി മെൽറ്റഡ് ആൻഡ് മോൾഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്സ്. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മെൽറ്റ് ചെയ്ത് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ദേ ഡു നോട്ട് റസ്റ്റ് ഓർ കൊറോഡ്. മറ്റ് മെറ്റീരിയൽസ് പോലെ അല്ലെങ്കിൽ അയൺ, അലൂമിനിയം അങ്ങനെയുള്ള മെറ്റീരിയൽസ് പോലെ പ്ലാസ്റ്റിക്സ് കൊറോഡ് ചെയ്യുകയോ റസ്റ്റ് ചെയ്യുകയോ ഇല്ല. ആൻഡ് ദേ ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും പുവർ കണ്ടക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിനെയും കടത്തി വിടില്ല എന്ന് തന്നെ പറയാം. ദേ ക്യാൻ ബി മെയ്ഡ് ട്രാൻസ്പെറൻറ്റ് ലൈക്ക് ഗ്ലാസ് ആൻഡ് ലെസ് ബ്രിറ്റിൽ ദാൻ ഗ്ലാസ്. അതായത് ഗ്ലാസ് മെറ്റീരിയൽ പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കാനും സാധിക്കും. എന്നാൽ ഗ്ലാസ് പോലെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന മെറ്റീരിയലുമല്ല പ്ലാസ്റ്റിക്. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉപയോഗിക്കാനുള്ള കാരണം തന്നെ. ഓക്കെ, ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പ്ലാസ്റ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തേത് ടു ഇൻസുലേറ്റ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. ഇലക്ട്രിക് കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പൊതിയാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് ഒരു ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ വയറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വയേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാം, പുറമേ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത്? സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മളെങ്ങാനും തൊടുന്ന സമയത്ത് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറണ്ട് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആകാൻ പാടില്ല. അങ്ങനെ ആയാൽ കറണ്ട് അടിക്കും അല്ലേ? സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു ഇൻസുലേറ്ററായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടാകും. ഇനി അടുത്തതാണ് ടു മേക്ക് ഹാൻഡിൽസ് ഓഫ് കിച്ചൺ യുട്ടാൻസിൽസ്. അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്കൊക്കെ ഹാൻഡിലായിട്ട് അല്ലെങ്കിൽ പിടിയായിട്ട് പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാസ്റ്റിക് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യില്ല എന്നല്ലേ? സോ അതുകൊണ്ടാണ് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ കിച്ചൺ യുട്ടാൻസിൽസിന് ഹാൻഡിൽസ് ആയിട്ട് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ടു സ്റ്റോർ കെമിക്കൽ സബ്സ്റ്റൻസസ്. കെമിക്കൽ സബ്സ്റ്റൻസസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? പ്ലാസ്റ്റിക് കെമിക്കൽ സബ്സ്റ്റൻസസുമായിട്ട് റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് കെമിക്കൽ സബ്സ്റ്റൻസസ് സ്റ്റോർ ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് ടു മേക്ക് വാട്ടർ ടാങ്ക്സ്. വാട്ടർ ടാങ്ക് നിർമ്മിക്കാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? വാട്ടർ ടാങ്ക്സ് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുന്ന സമയത്ത് അത് കൂടുതൽ കാലം നിലനിൽക്കുന്നുണ്ട്, അതേപോലെ റസ്റ്റ് ചെയ്യുന്നില്ല, പിന്നെന്താണ് കൊറോഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് വാട്ടർ ടാങ്ക്സ് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുന്നത്. ഇനി അടുത്തത് ടു മേക്ക് ഹൗസ് ഹോൾഡ് യുട്ടാൻസിൽസ്. അതായത്
നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള പല യൂട്ടൻസിൽസും നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക്കിനെ നമുക്ക് മെൽറ്റ് ചെയ്ത് മോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റുമല്ലേ. സോ നമുക്ക് വീട്ടിലുള്ള പല ഉപകരണങ്ങളും പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പ്രധാനമായും പ്ലാസ്റ്റിക് 2 തരത്തിലാണുള്ളത്. ഒന്ന് തെർമോ പ്ലാസ്റ്റിക്കും മറ്റൊന്ന് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും. എന്താണ് തെർമോ പ്ലാസ്റ്റിക്? ദ പ്ലാസ്റ്റിക് ദാറ്റ് ഗെറ്റ് സോഫ്റ്റൻഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡൻഡ് ഓൺ കൂളിംഗ് ഈസ് കോൾഡ് തെർമോ പ്ലാസ്റ്റിക്. അതായത് ചൂടാക്കുന്ന സമയത്ത് സോഫ്റ്റായി മാറുകയും തണുപ്പിക്കുമ്പോൾ ഹാർഡായി മാറുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക്. ദിസ് പ്രോസസ് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്. അതായത് ഒരു പ്ലാസ്റ്റിക്കിനെ ചൂടാക്കുന്ന സമയത്ത് അത് സോഫ്റ്റ് ആകുന്നു, പിന്നീട് അതിനെ തണുപ്പിക്കുമ്പോൾ അത് ഹാർഡാകുന്നു, വീണ്ടും ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആകുന്നു, വീണ്ടും തണുപ്പിക്കുമ്പോൾ ഹാർഡാകുന്നു. ഇങ്ങനെ എത്ര വട്ടം വേണമെങ്കിലും തെർമോ പ്ലാസ്റ്റിക്കിനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. എന്താണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്? ദ പ്ലാസ്റ്റിക് വിച്ച് റിമെയിൻസ് സോഫ്റ്റ് വെൻ ഹീറ്റഡ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചർ ആൻഡ് ഗെറ്റ്സ് ഹാർഡൻഡ് പെർമനൻ്റ്ലി ഓൺ കൂളിംഗ് ഇസ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. അതായത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിർമ്മിക്കുന്ന സമയത്ത് ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആകുകയും പിന്നീട് തണുപ്പിക്കുമ്പോൾ പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി ഹാർഡാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. വൺസ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ ചൂടാക്കി സോഫ്റ്റാക്കി പിന്നെ തണുപ്പിച്ച് ഹാർഡാക്കാനായിട്ട് സാധിക്കില്ല. ഇതൊരു വൺ ടൈം പ്രോസസ്സായിരിക്കും. വൺസ് ഹാർഡൻഡ് ദേ കനോട്ട് ബി റീമോൾഡഡ് ബൈ ഹീറ്റിംഗ്. അതായത് ഒരിക്കൽ ഹാർഡായി അതിനെ നമ്മൾ എന്തെങ്കിലും ഒരു ഷേപ്പിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ വേറൊരു ഷേപ്പിലേക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയല്ലോ? ഇനി തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമാണ് ഇനി പറയാൻ പോകുന്നത്. തെർമോ പ്ലാസ്റ്റിക്സ് അണ്ടർഗോ ഫിസിക്കൽ ചേഞ്ച് ഓൺ ഹീറ്റിംഗ്. അതായത് തെർമോ പ്ലാസ്റ്റിക് ആണെങ്കിൽ ചൂടാക്കുന്ന സമയത്ത് ഫിസിക്കൽ ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു സ്റ്റേറ്റിൽ നിന്നും അത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് റിപ്പീറ്റഡ്ലി മാറ്റിക്കൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. അതായത് ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവുന്നു, പിന്നെ തണുപ്പിക്കുമ്പോൾ ഹാർഡാകുന്നു, എഗെയിൻ ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആകുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇവിടെ ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ് സംഭവിക്കുന്നത്. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ കേസിൽ ചൂടാക്കുന്ന സമയത്ത് ഫിസിക്കൽ ചേഞ്ചിനോടൊപ്പം കെമിക്കൽ ചേഞ്ചും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് വൺസ് അത് ചേഞ്ച് ചെയ്ത് ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ വീണ്ടും ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതായത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഹീറ്റാക്കുമ്പോൾ അത് സോഫ്റ്റ് ആകുന്നുണ്ട്. എന്നാൽ പിന്നീട് അതിനെ തണുപ്പിക്കുമ്പോൾ അത് ഹാർഡായി നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മാറുന്നു. പിന്നീട് അതിനെ നമുക്ക് വീണ്ടും ചൂടാക്കി സോഫ്റ്റാക്കി വേറെ ഏതെങ്കിലും ഷേപ്പിലേക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ മാനുഫാക്ചറിങ് സമയത്ത് നടക്കുന്നത് കെമിക്കൽ ചേഞ്ചാണ്. ക്ലിയർ ആയില്ലേ? ഇനി തെർമോ പ്ലാസ്റ്റിക്കിനും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിനും ഡിഫറെൻറ്റ് മോളിക്കുലാർ സ്ട്രക്ചറാണ് ഉള്ളത്. തെർമോ പ്ലാസ്റ്റിക്സ് ആർ ലീനിയർ പോളിമേഴ്സ്. തെർമോ പ്ലാസ്റ്റിക്കിനെ നമ്മൾ ലീനിയർ പോളിമർ എന്നാണ് വിളിക്കുന്നത്. ദീസ് ആർ ഫോംഡ് ബൈ ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് മോണോമേഴ്സ്. ഈ ഒരു ഫിഗറിൽ നോക്കിക്കേ, ഈ കാണുന്ന ഓരോ ചെറിയ ബോക്സും എന്താണ്? മോണോമറാണ്. ഈ മോണോമേഴ്സിനെ ലീനിയർ രീതിയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? തെർമോ പ്ലാസ്റ്റിക് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ലീനിയർ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ എങ്ങനെയാണ്? ദേ ഹാവ് എ സ്ട്രക്ചർ ഇൻ വിച്ച് മോണോമർ യൂണിറ്റ്സ് ആർ ക്രോസ് ലിങ്ക്ഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഇവിടെ മോണോമർ യൂണിറ്റ്സിനെ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ ക്രോസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. The structural difference between these two is a reason for their difference in behavior towards heat. ഇങ്ങനെ ഈ തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിനും 2 മോളിക്കുലാർ സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് ഹീറ്റിനോട് ഇവർ 2 രീതിയിൽ ആക്ട് ചെയ്യുന്നത്. അതായത് തെർമോ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഹീറ്റ് ചെയ്താൽ സോഫ്റ്റ് ആവും, തണുപ്പിച്ചാൽ അത് ഹാർഡാവും. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഹീറ്റ് ചെയ്ത് നമുക്ക് സോഫ്റ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ.
വൺസ് അതിനെ കൂൾ ചെയ്ത് ഹാർഡാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് തെർമോപ്ലാസ്റ്റിക്കും അതേപോലെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിക്സ് ആണ് പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC. പോളിത്തീൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പോളിത്തീൻ ബാഗ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? സോ അങ്ങനത്തെ ഡിഫറെൻറ്റ് പാക്കറ്റ്സ് അതേപോലെ ട്യൂബ്സ് കണ്ടെയ്നേഴ്സ് ഇതൊക്കെ നിർമ്മിക്കാനായിട്ടാണ് പോളിത്തീൻ യൂസ് ചെയ്യുന്നത്. ഇനി PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഇലക്ട്രിക്കൽ വയറിങ്സ്, പ്ലംബിംഗ്, ഷൂസ്, ഹാൻഡ് ബാഗ്സ്, റെയിൻ കോട്ട്സ്, ബോട്ടിൽസ്, ഫർണിച്ചർ എക്സെട്ര. അതായത് ഇലക്ട്രിക്കൽ വയറിങ്സ്, പ്ലംബിംഗ് സാധനങ്ങൾ, ഷൂസ്, ഹാൻഡ് ബാഗ്സ്, റെയിൻ കോട്ട്, ബോട്ടിൽസ്, ഫർണിച്ചർ ഇതെല്ലാം നിർമ്മിക്കാനായിട്ട് PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ബക്കലൈറ്റ്. ബക്കലൈറ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഫോർ ദ മാനുഫാക്ചർ ഓഫ് പ്ലഗ്സ്, സ്വിച്ചസ്, ബട്ടൺസ്, ഹാൻഡിൽസ് ഓഫ് ഇലക്ട്രിക്കൽ യൂട്ടൻസിൽസ് ആൻഡ് കിച്ചൺ വെസൽസ്. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ സ്വിച്ചസ് അതേപോലെ പ്ലഗ് ഇതെല്ലാം നിർമ്മിക്കാനായിട്ട് ബക്കലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാത്ത ഒരു തരം പ്ലാസ്റ്റിക് ആണ് ഈ ബക്കലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ കിച്ചൺ വെസൽസിൻ്റെ പിടിയൊക്കെ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബക്കലൈറ്റ് തന്നെയാണ്. ഇനി അടുത്ത ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ ഫോർ ദ മാനുഫാക്ചർ ഓഫ് അൺബ്രേക്കബിൾ ക്രോക്കറി. അതായത് പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത തരം ക്രോക്കറീസ് നിർമ്മിക്കാനായിട്ടാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഇനി പ്ലാസ്റ്റിക്കിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ തരം പൊല്യൂഷനാണ് പ്ലാസ്റ്റിക് മൂലം ഉണ്ടാകുന്നത്? Plastic, once considered as a wonderful substance, has now become a dreaded substance to be avoided everywhere. Restrictions on the production and use of plastics have been enforced worldwide. In our country, the use of plastics has been banned in a number of places. You also may be aware that steps have been taken to make hospitals, campuses, zoos, public places plastic free. This is because plastic do not undergo biodegradation like other substances. അതായത് മറ്റു വസ്തുക്കൾ പോലെ പ്ലാസ്റ്റിക് ബയോഡിഗ്രഡേഷന് അല്ലെങ്കിൽ ഡീകമ്പോസിഷന് വിധേയമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ശേഷം പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ മണ്ണിൽ അങ്ങനെ തന്നെ കിടക്കും. അത് സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസും കവേഴ്സും ഒക്കെ നമ്മൾ വാട്ടർ ബോഡീസിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതും അവിടെ നശിക്കാതെ അങ്ങനെ തന്നെ കിടക്കുന്നു. സോ അത് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി നമ്മളിത് കത്തിച്ചാലോ അത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. സോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽസും ക്യാമ്പസസും സൂസ് പബ്ലിക് പ്ലേസസ് ഈവൻ നമ്മുടെ വീടുകൾ വരെ പ്ലാസ്റ്റിക് ഫ്രീ ആക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ പല പ്ലേസുകളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക്സ് ബാൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും? അവോയ്ഡ് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ഡ്യൂറിങ് ഫങ്ഷൻസ്. അതായത് ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുക. ഗ്ലാസ് അല്ലെങ്കിൽ സെറാമിക് അല്ലെങ്കിൽ സ്റ്റീൽ യൂട്ടൻസിൽസ് അല്ലെങ്കിൽ നാച്ചുറൽ സബ്സ്റ്റൻസസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള യൂട്ടൻസിൽസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാം, സെറാമിക് മെറ്റീരിയൽസിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോപ്പർ വെസൽസ് ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഗ്ലാസ് അല്ലെങ്കിൽ പ്ലേറ്റ് അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യൂസ് പേപ്പർ, ക്ലോത്ത് ആൻഡ് പ്ലാന്റ് മെറ്റീരിയൽസ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ഫോർ ഡെക്കറേഷൻസ്. ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ പേപ്പറോ അല്ലെങ്കിൽ ക്ലോത്തോ അല്ലെങ്കിൽ പ്ലാന്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പ്ലാസ്റ്റിക് കഴിവതും അവോയ്ഡ് ചെയ്യാം. ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ പ്ലാസ്റ്റിക് നമ്മൾ അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ
അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി എന്താണ് 4Rs എന്ന് പറയുന്നത്? പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് 4Rs. അതായത് റെഡ്യൂസ് പ്ലാസ്റ്റിക്സ്, റീയൂസ് പ്ലാസ്റ്റിക്സ്, റെഫ്യൂസ് പ്ലാസ്റ്റിക്സ്, അതേപോലെ റീസൈക്കിൾ പ്ലാസ്റ്റിക്സ്. റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ് ആൻഡ് റീസൈക്കിൾ. ഓക്കെ, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അതാണ് റെഡ്യൂസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. റീയൂസ് എന്താണ്? നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം വാങ്ങിച്ചു, അത് നമ്മൾ മാക്സിമം റീയൂസ് ചെയ്യണം, യൂസ് ആൻഡ് ത്രോ ചെയ്യാൻ പാടില്ല. അതേപോലെ റെഫ്യൂസ് എന്താണ്? നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം റെഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കില്ല എന്ന് തന്നെ പറയുക. ഇനി റീസൈക്കിൾ എന്താണ്? റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്സ് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്താണ് മൈക്രോൺ? പ്ലാസ്റ്റിക്കിൻ്റെ തിക്നെസ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് മൈക്രോൺ. The thickness of plastic is expressed in micron unit. 1 micron is equal to 10 raised to minus 6 meter. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10 raised to minus 6 meter ആണ്. ഇനി ഡെസിമൽ വാല്യൂവിൽ പറയുകയാണെങ്കിൽ 0.000001 മീറ്റർ ആണ് ഒരു മൈക്രോൺ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ തിക്നെസ് നമ്മൾ മൈക്രോൺസിലാണ് പറയുക. ഓക്കെ, ഇനി സിൻസ് പ്ലാസ്റ്റിക് വിത്ത് ലെസ് ദാൻ 40 മൈക്രോൺ തിക്നെസ് ഈസ് ഈസിലി ബ്രേക്കബിൾ ആൻഡ് മേ ബി ഡിസ്കാർഡഡ്, ഇറ്റ്സ് യൂസ് ഇസ് റെസ്ട്രിക്റ്റഡ് ഇൻ മെനി പ്ലേസസ്. അതായത് 40 മൈക്രോണിലും താഴെ തിക്നെസ് ഉള്ള പ്ലാസ്റ്റിക്സ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കരുത് എന്നാണ് പല സ്ഥലങ്ങളിലും പറയുന്നത്. എന്തുകൊണ്ടാണ്? അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരം പ്ലാസ്റ്റിക്സ് ആണ്. മാത്രമല്ല അതിന് നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ പ്ലാസ്റ്റിക്കിൻ്റെ തിക്നെസ് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് മൈക്രോൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നൗ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് എനർജി ഫ്രം പ്ലാസ്റ്റിക്. When carry bags and bottles made of polythene and polypropylene are burned completely at high temperature in the presence of excess of air along with carbon dioxide and water, a large amount of energy is released. അതായത് പോളിത്തീൻ അല്ലെങ്കിൽ പോളിപ്രോപ്പീൻ പോലെയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഹൈ ടെമ്പറേച്ചറിൽ എയറിൻ്റെ സാന്നിധ്യത്തിൽ, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വെള്ളത്തിൻ്റെയും ഒപ്പം ബേൺ ചെയ്യുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് പുറത്തേക്ക് വരുന്നത്. When hydrocarbon polymers are heated in the absence of air under high temperature and pressure, the polymer molecules decompose to form products which can be used as fuels. അതായത് ഹൈഡ്രോകാർബൺ പോളിമേഴ്സിനെ എയറിൻ്റെ അസാന്നിധ്യത്തിൽ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്ട്സിനെ ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും, അതായത് ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി യൂസിങ് ദിസ് ഗേഷ്യസ് ഫ്യൂവൽ ഇസ് ഓൾറെഡി ഇൻ പ്രാക്ടീസ്. അങ്ങനെ ലഭിക്കുന്ന ഇന്ധനത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ പ്ലാസ്റ്റിക് ബേൺ ചെയ്ത് അതിൽ നിന്നും നമുക്ക് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി റീസൈക്ലിംഗ് സിംബൽസ്. പ്ലാസ്റ്റിക്സിൽ റീസൈക്ലിംഗ് സിംബൽസ് കൊടുത്തിട്ടുണ്ടാകും, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. For effective plastic recycling, it is necessary to identify the type of a particular plastic. അതായത് നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് അതിനെ റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഡിഫറെൻറ്റ് പ്ലാസ്റ്റിക്സ് ഹാവ് ബീൻ ഗിവൺ സർട്ടൻ റീസൈക്ലിംഗ് സിംബൽസ്. Triangular arrows with numbers from 1 to 7 printed on them are used as symbols. അതായത് ഏതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ എടുത്താലും അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിൽ 1 to 7 വരെയുള്ള നമ്പേഴ്സിനെ ട്രയാങ്കുലർ ആരോസിൻ്റെ ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് ഓരോന്നും ഓരോ ടൈപ്പ് പ്ലാസ്റ്റിക്കിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ട്രയാങ്കുലർ ആരോസിൻ്റെ ഉള്ളിൽ 1 എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അത് ഏത് തരം പ്ലാസ്റ്റിക് ആയിരിക്കും? പോളി എത്തിലീൻ
ടെറിപ്താലൈറ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആയിരിക്കും. ഇനി ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ആണെങ്കിൽ ട്രയാങ്കുലർ ആരോസിൻ്റെ ഉള്ളിൽ 2 ആയിരിക്കും ഉള്ളത്. 3 ആണെങ്കിൽ അത് പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. 4 ആണെങ്കിൽ ലോ ഡെൻസിറ്റി പോളിത്തീൻ ആണ്. 5 ആണെങ്കിൽ അത് പോളിപ്രൊപ്പീൻ ആണ്. 6 ആണെങ്കിൽ അത് പോളിസ്ട്രീൻ ആയിരിക്കും. അതേപോലെ 7 ആണെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക്സ് ആയിരിക്കും. ഓക്കെ, സോ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൽ ഇങ്ങനെ 1 to 7 വരെയുള്ള നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ നമ്പർ ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഏത് തരം പ്ലാസ്റ്റിക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഫൈബേഴ്സിനെ കുറിച്ചും പ്ലാസ്റ്റിക്സിനെ കുറിച്ചും പഠിച്ചു. ഇനി അടുത്ത പോളിമറാണ് റബ്ബർ. റബ്ബർ ഇസ് എ നാച്ചുറൽ പോളിമർ വിത്ത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ്. ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്രകൃതിദത്തമായ പോളിമറാണ് റബ്ബർ. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ ലാറ്റക്സ് ഒബ്റ്റെയിൻഡ് ഫ്രം റബ്ബർ ട്രീ. റബ്ബർ മരത്തിൽ നിന്നും കിട്ടുന്ന ലാറ്റക്സിൽ നിന്നാണ് റബ്ബർ നിർമ്മിച്ചെടുക്കുന്നത്. റബ്ബർ ഇസ് എ പോളിമർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദ മോണോമർ മോളിക്യൂൾസ് ഐസോപ്രീൻ. സോ റബ്ബർ ഒരു പോളിമർ ആണ്. സോ അതിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. ഐസോപ്രീൻ കമ്പൈൻ ചെയ്തിട്ടാണ് റബ്ബർ എന്ന് പറയുന്ന പോളിമർ ഉണ്ടാകുന്നത്. നൗ സിന്തറ്റിക് പോളിമേഴ്സ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് റബ്ബർ ഹാവ് ബീൻ ഡെവലപ്ഡ്. അതായത് നമ്മൾ സാധാരണ കാണുന്ന റബ്ബർ എന്ന് പറയുന്നത് നാച്ചുറൽ പോളിമറാണ്. അതിനോട് സാമ്യമുള്ള സിന്തറ്റിക് പോളിമേഴ്സും ഇന്ന് ലഭ്യമാണ്. ദീസ് ആർ കോൾഡ് സിന്തറ്റിക് റബ്ബേഴ്സ്. സോ റബ്ബറിനോട് സാമ്യമുള്ള സിന്തറ്റിക് പോളിമേഴ്സ് ആണ് സിന്തറ്റിക് റബ്ബേഴ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് നിയോപ്രീൻ, തിയോക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ എക്സെട്ര. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ഏതാണെന്ന് ചോദിച്ചാൽ ഐസോപ്രീൻ ആണ്. അതുപോലെ സിന്തറ്റിക് റബ്ബേഴ്സിന് എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. നിയോപ്രീൻ, തിയോക്കോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നിവ എന്താണ്? സിന്തറ്റിക് റബ്ബേഴ്സ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം തന്നെ ഫൈബേഴ്സിനെ കുറിച്ച് പഠിച്ചു. നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും മനസ്സിലാക്കി. അതേപോലെ പ്ലാസ്റ്റിക്സ് പഠിച്ചു. പ്ലാസ്റ്റിക്സിൽ തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് റബ്ബറിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതേപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.